കോട്ടയംകാർ ഒരു മീൻ മുളകിട്ടത് വയ്ക്കാറുണ്ട്. നമുക്കതെങ്ങനെയാണെന്ന് നോക്കിയാലോ? വളരെ സിമ്പിളാണ്. അപ്പം അതിന് കുറച്ച് സാധനങ്ങൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ചുവന്നുള്ളി ചതച്ചത്, എരിവിനാവശ്യത്തിന് പച്ചമുളക്, കറിവേപ്പില, ഒരു ചെറിയ തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് കുടംപുളി ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കുടുത മീനാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് ഉപ്പും വിനാഗിരിയും ചേർത്ത വെള്ളത്തിലൊന്ന് മുക്കി വെച്ച് നന്നായി ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മൺചട്ടി തന്നെ എടുക്കണം കേട്ടോ, അതാണ് ടേസ്റ്റ്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കടുകും ഉലുവയും നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ ചതച്ച് വെച്ച ചുവന്നുള്ളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ അരിഞ്ഞു വെച്ചില്ലേ പച്ചമുളക്, കറിവേപ്പില, അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചേർക്കണത് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയാണ്. തക്കാളി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പുളി നോക്കിയിട്ട് വേണം തക്കാളി ചേർക്കാൻ. നമ്മൾ കുടംപുളി ചേർക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ തക്കാളിയുടെ പുളി അധികമായി കഴിഞ്ഞാൽ നന്നായി പുളി വരും കറിക്ക്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം തക്കാളി ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ ഒരു ചെറിയ തക്കാളിയാണ് എടുത്തത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് തക്കാളിയൊക്കെ നന്നായി വാടണ വരെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ, അതിലും കൂടണ്ട, മല്ലിപ്പൊടി, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മളതിലേക്ക് നേരത്തെ കുടംപുളി ഇട്ട് വെച്ച വെള്ളമാണ് ചേർക്കുന്നത്. നമ്മൾ കുടംപുളി ചേർക്കണില്ല, കാരണം പുളി നന്നായിട്ട് അതിലേക്ക് ഇറങ്ങി വരും. അത് നന്നായി പിഴിഞ്ഞ് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. നന്നായി തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കഷ്ണങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേ വെള്ളം കുറവാന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സമയത്ത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മളത് മൂടി വെച്ചിട്ടൊന്ന് മീൻ വേവണ വരെ മാക്സിമം ഒരു 5-10 മിനിറ്റ് അതിനുള്ളിൽ നമ്മുടെ മീൻ വെന്ത് കിട്ടും, വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ കുറച്ച് കായംപൊടിയും വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻ മുളകിട്ടത്. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്